ഇനി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് പിന്നാലെയാണ്. ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ 4-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. കടുവയെ കണ്ടെത്താത്തതിനാൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഈ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ 4-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. കടുവയെ കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാരുടെ ആശങ്ക നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇത് 4-ാം ദിവസമാണ് ഈ ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നത്. ഇന്നലെയാണ് ഈ ഒരു ദൗത്യത്തിൽ പ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടായത്. ഈ കടുവയുടെ ദൃശ്യം ഈ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതുകൊണ്ട് കടുവ അവിടെ ഉണ്ടെന്നൊരു സ്ഥിരീകരണം ലഭിച്ചു. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുള്ളൊരു ട്രാക്കിങ്ങിലാണ് വനംവകുപ്പ് എന്തായാലും ഉള്ളത്. ഇന്നലെ അരുൺ സക്കറി ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയ കാര്യം അതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുൾപ്പെടെ കൃത്യമായ ട്രാക്കിംഗ് നടത്തി വരികയാണ്. അപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉറപ്പായിട്ടുണ്ട്. ഇനി കടുവയെ ട്രാക്ക് ചെയ്ത് അത് സ്ഥിരീകരണം എത്തിയാൽ മാത്രമേ ഈ കുങ്കി ആനകളെ ഉൾപ്പെടെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. കോന്നി സുരേന്ദ്രനും കുഞ്ചും ഉൾപ്പെടെയുള്ള 2 കുങ്കി ആനകൾ ദൗത്യത്തിന് സജ്ജമായുണ്ട്. 50 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്യാമറകളിലെയൊക്കെ ദൃശ്യങ്ങൾ ഇന്നുകൂടി പരിശോധിച്ച് കൂടുതൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കും. മറുഭാഗത്ത് ട്രാക്കിംഗ് കൂടി പുരോഗമിക്കുന്നുമുണ്ട്. അത്തരത്തിൽ 3 ടീമുകളായി 20 അംഗ സംഘങ്ങൾ, 60 അംഗ സംഘമാണ് വനംവകുപ്പ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള തെരച്ചിൽ ഇന്നും തുടരുക തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഈ തെരച്ചിൽ നീളുന്നതിനനുസരിച്ച് ആശങ്ക കൂടി വർദ്ധിക്കുകയാണ്. ടാപ്പിങ്ങിനൊക്കെ ഇപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള ആളുകൾ 3-4 ദിവസമായി പോകുന്നില്ല. അത്തരത്തിൽ വലിയൊരു ആശങ്കയും ഭീതിയും ഒക്കെ നാട്ടുകാരെ സംബന്ധിച്ച് ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. വനംവകുപ്പ് കടുവയെ കണ്ടാൽ അപ്പോൾ മയക്കുവെടി വയ്ക്കും എന്നുള്ള ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ദൗത്യത്തിലാണ് വനംവകുപ്പ്.